തിരിഞ്ഞു. രാത്രിയിൽ ഞാൻ ആ ഭാഗത്തേക്ക് ചെന്നപ്പോ ഇദ്ദേഹം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ ഒരു പരിചയമില്ലല്ലോ, മുത്തുനബി പറഞ്ഞയച്ചതല്ലേ. അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം പറയുന്നു, എന്റെ കൂടെ നടക്കണമെന്നോട് പറഞ്ഞു. ഞാനതാ കുറച്ച് അടികളെ നടന്നിട്ടുള്ളൂ. അപ്പോഴതാ എന്റെ നാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, വെള്ളങ്ങളും നല്ല തോട്ടങ്ങളുള്ള ഒരു സ്ഥലം, വാദി ഷഫ്ഷാദ എന്ന് പറയും. വാദി ഷഫ്ഷാദ. അവിടെ ഞാൻ, ഇത് വാദി ഷഫ്ഷാദയാണോ? നോക്കുകൾ, രാഷ്ട്രങ്ങൾ വിട്ട് കടന്നിട്ട് വാദി ഷഫ്ഷാദ എന്ന തന്റെ നാടരികിലുള്ള ഒരു പൂന്തോട്ടത്തിലാണ് എത്തുന്നത്. ഇത് വാദി ഷഫ്ഷാദയാണോ? 4-5 അടിയേ നടന്നിട്ടുള്ളൂ. അപ്പോഴാണ് നോക്കുന്നത്, ഞാൻ വാദി ഷഫ്ഷാദ. അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിലെത്തി. ഒരു ദിവസം കൊണ്ട് വീട്ടിലെത്തി. 5-8 രാട്ടം കടന്നിട്ടേ 4-5 കാലടി എടുത്തു വെച്ചപ്പോ ഈ മഹാന്റെ കൂടെ അതാ ചരിത്രത്തിൽ കാണാം. എന്റെ വീട്ടുകാരോട് പറഞ്ഞു, ആരും ചിലവര് പറഞ്ഞ് പുള്ളവരെയാണ്, എന്തൊക്കെ ഈ പറയണേ? മറ്റോരൊക്കെ ഓടിച്ചു. മറ്റോരൊക്കെ ഇന്നെ മതിയത്തിട്ട് പോന്ന ഞാൻ അവിടെ എത്തിക്കണാണ്. പിന്നെന്തുണ്ടായി? ഇവൻ വണ്ടിയിൽ വന്നതാണെന്ന് അവര് മനസ്സിലാക്കിയത്. ഇവരതാ ദിവസങ്ങൾക്ക് ശേഷമാണ് വണ്ടിയിൽ വന്നവര് വരുന്നത്. ഒട്ടകത്തുമ വന്നവര് വരുന്നത് പിന്നെ ദിവസങ്ങൾക്ക് ശേഷം. അവര് പറഞ്ഞ് ഇവന്റെ കയ്യിൽ കാശില്ലാതെ ഞങ്ങൾ മദീനയിലാക്കി പോന്നതായിരുന്നു പറയുമ്പോഴാണ് നാട്ടുകാർക്ക് എന്നെ വിശ്വസിക്കുന്നത്. സഹോദരന്മാരെ, ഇതിന് സമാനമായ സംഭവങ്ങൾ പറഞ്ഞ് നേരം വെളുപ്പിക്കാൻ എന്റെ ചെറിയ അറിവിൽ നിന്ന് കഴിയും. മുത്തുനബിയോട് തുല്യമായത് ലോകത്തില്ല. അവിടത്തെ പോലെ ഉമ്മത്തിനെ സഹായിക്കുന്നവരില്ല. നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ വേവലാതികൾ എല്ലാം മനസ്സ് തുറന്ന് പറയൂ നബിയോട്. ഉമ്മമാരെ, അവിടുന്ന് അതൊക്കെ തീർത്തു തരും. വഹാബിയുടെ കാപട്യമുള്ള പ്രസംഗങ്ങളിലോ എഴുത്തുകളിലോ നിങ്ങൾ പടരുത്. അവരുടെ സീഡികൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പൊട്ടിച്ചെറിയൂ. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ കരിച്ചു കളയൂ. മുത്തുനബിയുടെ ഷാറു മുബാറക്കിനെ പോലുള്ള ഇകഴ്ത്തുന്ന പത്രങ്ങൾ ബഹിഷ്കരിക്കൂ. അങ്ങനെ എഴുതുന്നവരോട് മുഖത്ത് നോക്കാതിരിക്കൂ. അങ്ങനെയുള്ള സംഘടനകളോട് മക്കളെ അകത്തി നിർത്തൂ. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോടെ മരിച്ച് മുത്തുനബിയുടെ കാലടിയിൽ ഒരുമിച്ച് കൂടാൻ ഇത്തരം സദസ്സുകൾ കാരണത്താൽ അല്ലാഹു നമുക്ക് ഉദക്കം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് പോയത് ക്ഷമ ചോദിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവരെ സംഘം ആദരിക്കുകയാണ്. മനാർ ഹുദ സുന്നി മദ്രസയിലെ 7ാം ക്ലാസ്സിലെ അധ്യാപകൻ അബ്ദുൽ ജബ്ബാർ ലത്തീഫി, ഇർഷാദു സിബിയാൻ സുന്നി മദ്രസ റോഡിലെ അധ്യാപകൻ അബ്ദുൽ ലത്തീഫ് ഹസനി, മദർ ഹുദ സുന്നി മദ്രസ ഖുറൈശിപ്പാറയിലെ അധ്യാപകൻ സയ്യിദ് അവർകൾ. അദ്ദേഹം ഇന്ന് മറ്റൊരു സ്ഥലത്ത് ജോലിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രതിനിധീകരിച്ച് അവിടുത്തെ സദർ ഉസ്താദ് അവർക്കുള്ള സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ അവരെ ക്ഷണിക്കുന്നു. അത് നൽകാൻ സംഘത്തിന്റെ പ്രസിഡന്റ് വന്ദരായ ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. ഉമർ സഖാഫി. ടി മുഹമ്മദ് കോയത്തങ്ങൾ, ടി സൈനുദ്ദീൻ വാക്കവി, മുജീബ് മുസ്ലിയാർ, സൈഫ് തിരുപാദം ചുംബിച്ച മണ്ണിൽ
മനസ്സിൽ മായാത്ത മരതകാമുത്തിൻ പതനമാണെന്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അയകിൽ ലെങ്കുന്ന പവിയമാണെന്റെ നൂറുള്ള തിരുറൗള സവിധം അണയാനാശിച്ച് മനസ്സിൽ മാറുന്നില്ലൻ മോഹം തിരുറൗള സവിധം അണയാനാശിച്ച് മനസ്സിൽ മാറുന്നില്ലൻ മോഹം ഹൗദുൽ കൗസരി മധുപാനം നാൾ നുണയാനുണ്ടേറെ ഒരു ദാഹം ഹൗദുൽ കൗസരി മധുപാനം നാൾ നുണയാനുണ്ടേറെ ഒരു ദാഹം മഹേശ്വരാമണ്ണിൽ നഗ്നേ പാതരായി അലയുന്നീ ഒരു സ്നേഹം ഇവരിൽ പാവികൾ തരുളായി ദാഗമടങ്ങില്ലേ ഹാവിദിനെ നീയം മനസ്സിൽ മായാത്ത മരതകാമുത്തിൻ പതനമാണെന്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അയകിൽ ലെങ്കുന്ന പവിയമാണെന്റെ നൂറുള്ള അകമില്ലാദികൾ കനലായി നേറുമ്പോൾ മധുപൂവിൻ നാമം ശിഫ നൽകും അകമില്ലാദികൾ കനലായി നേറുമ്പോൾ മധുപൂവിൻ നാമം ശിഫ നൽകും പദമിൽ പൂരിരുൾ ഇളയും നേരത്ത് ഇരുളേവം വഴിയിൽ പട നൽകും പദമിൽ പൂരിരുൾ നിറയും നേരത്ത് ഇരുളേവം വഴിയിൽ പ്രഭ നൽകും മധുമയി പതികൾ ഒരു നില്ലായി ജഗനവൻ മായൽ കൊള്ളും നിധിമാരി ഉദയം ചെയ്യും നേരത്ത് ഇരുളിൻ ചെയ്തങ്ങൾ വിറകൊള്ളും മനസ്സിൽ മായാത്ത മരതകാമുത്തിൻ പതനമാണെന്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അയകിൽ ലെങ്കുന്ന പവിയമാണെന്റെ നൂറുള്ള അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലും സ്വാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മെഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ ജന്നാത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ തറയിൽ ഫർണിച്ചർ ചുങ്കത്താനാളോ മല സമനേ